everyone, welcome back to Xylem, welcome back to the world of English. നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള പോയമാണ് ഭാരത് അവർ ലാൻഡ്. വളരെ സിമ്പിളായ ഒരു 2 സ്റ്റാൻസ പോയമാണ് ഭാരത് അവർ ലാൻഡ്, റിട്ടൺ ബൈ സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി വളരെ ഫേമസ് ആയ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പോയറ്റാണ്, ഒരു തമിഴ് പോയറ്റാണ്. നോക്കൂ എന്തൊക്കെയാണ് ഈ 2 സ്റ്റാൻസ പോയത്തിൽ അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് വളരെ സിമ്പിളായി നോക്കാം. ഇത് ഈ പോയത്തിൻ്റെ ഒരു സിനോപ്സിസ് ആണ്. ഈ പോയം നിങ്ങൾ വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ പോയം കോംപ്രിഹെൻഡ് ചെയ്യാൻ നിങ്ങളെ ഈ ക്ലാസ് സഹായിക്കും. ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. നോക്കും, ഇതിലെ ആദ്യത്തെ സ്റ്റാൻസയിൽ എന്താണ് പോയറ്റ് ശ്രമിക്കുന്നത്? ദ പോയറ്റ് പ്രൗഡ്ലി പ്രൈസസ് ഭാരത്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്നെസ്. സോ ഈ പോയത്തിൽ ത്രൂ ഔട്ട് ദ പോയം നമുക്ക് കാണാൻ പറ്റുന്നത് പോയറ്റ് എന്ത് ചെയ്യാണ്? ഭാരതത്തെ, ഇന്ത്യ എന്ത് ചെയ്യാണ്? പ്രൈസ് ചെയ്യാണ്, പുകഴ്ത്തുകയാണ്, ഗ്ലോറിഫൈ ചെയ്യാണ്. അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ, മഹത്വത്തെ എന്ത് ചെയ്യാണ്? ഗ്ലോറിഫൈ ചെയ്യാണ്. ഹി സേസ് ദാറ്റ് ഇന്ത്യ ഹാസ് ദ മജസ്റ്റിക് ഹിമാലയാസ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഇന്ത്യക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ് മജസ്റ്റിക് ആയിട്ടുള്ള ഈ ഗംഭീരമായിട്ടുള്ള ഹിമാലയാസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സീക്രട്ട് ഗംഗാ റിവർ, പുണ്യമായിട്ടുള്ള ഗംഗാ റിവർ ഗേഞ്ചസ് ആൻഡ് ദ ഹോളി ഉപനിഷത്സ്. ഇതൊക്കെ ഇന്ത്യക്ക് മാത്രം പെക്യൂലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രം, ഭാരതത്തിന് മാത്രം യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിച്ച് ആർ അൺമാച്ച്ഡ് ഇൻ ദ വേൾഡ്. അതൊക്കെ ഈ ലോകത്തിൽ അൺമാച്ച്ഡ് ആണ്, അൺപാരലൽഡ് ആണ്. അതായത് അതിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് പ്രോസ്പെറസ് ലാൻഡ് ബ്ലെസ്ഡ് വിത്ത് സൺഷൈൻ ആൻഡ് നാച്ചുറൽ വെൽത്ത്. അല്ല, ഇന്ന് നോക്കിയത് കുറച്ചധികം കാലം മുമ്പുള്ള കഥയാണ് പറയുന്നത്. സോ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും മനോഹരമായ പ്രോസ്പെറസ് ആയിട്ടുള്ള, സമ്പന്നമായിട്ടുള്ള ലാൻഡാണ്, ബ്ലെസ്ഡ് വിത്ത് സൺഷൈൻ ആൻഡ് നാച്ചുറൽ വെൽത്ത്. സോ നാച്ചുറൽ വെൽത്ത് കൊണ്ട്, സൺഷൈൻ കൊണ്ട്, അല്ലെ, പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് ഇന്ത്യ എന്ന് സുബ്രഹ്മണ്യ ഭാരതി പറയുന്നു. then ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് പോകുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്. ദ പോയിറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ഇന്ത്യസ് റിച്ച് ഹെറിറ്റേജ്. സോ ഇന്ത്യയുടെ ആ റിച്ച് ആയിട്ടുള്ള പാരമ്പര്യത്തെ, ഹെറിറ്റേജിനെ പോയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേവ് വാരിയേഴ്സ്, ഗ്രേറ്റ് സേജസ് ആൻഡ് ഗിഫ്റ്റഡ് മ്യൂസീഷ്യൻസ് ഹാവ് ലിവ്ഡ് ഹിയർ. ഞാൻ പറയുന്നുണ്ട്, അല്ലെ, ലോകമറിയുന്ന ബ്രേവ് ആയിട്ടുള്ള ധീരരായ പോരാളികൾ, ഗ്രേറ്റ് സേജസ്, വലിയ സന്യാസി മഹർഷിമാർ, ഗിഫ്റ്റഡ് മ്യൂസീഷ്യൻസ്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് സ്പിരിച്വൽ വിസ്ഡം. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള അറിവിൻ്റെ, സ്പിരിച്വൽ വിസ്ഡത്തിൻ്റെ ബർത്ത് പ്ലേസ് കൂടെയാണ്. വെർ ദ നോളജ് ഓഫ് ബ്രാഹ്മൺ ഫ്ലറിഷൻ. ബ്രാഹ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുപ്രീം നോളജ് അബൌട്ട് യൂണിവേഴ്സ് ആണ്. ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സുപ്രീം നോളജിനെയാണ് നമ്മൾ ബ്രാഹ്മൺ എന്ന് പറയുക. സോ ദ നോളജ് ഓഫ് ബ്രാഹ്മൺ ഫ്ലറിഷൻ. സോ ഇന്ത്യയുടെ ഭൂമിയിലാണ്, ഭാരതത്തിലാണ് ഈ എന്താ പറയുക, നോളജ് ഓഫ് ബ്രാഹ്മൺ ഫ്ലറിഷ് ചെയ്തത്, അത് അഭിവൃദ്ധിപ്പെട്ടത്, പ്രോസ്പർ ചെയ്തത്. വെർ ഗൗതമ ബുദ്ധ പ്രീച്ച്ഡ് ഹിസ് ടീച്ചിങ്സ്. ഇന്ത്യയിലാണ്, ഭാരതത്തിലാണ് ഗൗതമ ബുദ്ധ, ദ ഗ്രേറ്റ് ബുദ്ധ, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹത്തിൻ്റെ ലെസൺസ്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, ഫിലോസഫി എന്ത് ചെയ്തത്? പ്രീച്ച് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് നമ്മൾ ധാമ എന്ന് പറയും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആൻഷ്യൻ ഹിസ്റ്ററി. ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ഈ ആൻഷ്യൻ ഹിസ്റ്ററി കാരണം, കൾച്ചർ കാരണം, സ്പിരിച്വൽ ഗ്രേറ്റ്നെസ് കാരണം ദ പോയിറ്റ് കൺസിഡേഴ്സ് ഇന്ത്യ യുണീക്ക് ആൻഡ് വർത്തി ഓഫ് പ്രൈസ്. ആളുകൾ ഇന്ത്യയെ പ്രൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രൈസ് ഭാരത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന യുണീക്ക് ക്വാളിറ്റീസ് കൊണ്ട് ഭാരത് പ്രൈസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പോയം അവസാനിപ്പിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് 9 CBSEയുടെ നിഞ്ച ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായി നമ്മൾ പഠിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രി വൺ.